ഹായ് ഹലോ നമസ്കാരം. ഷിബി കലങ്ങൾ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേനൽ മഴയൊക്കെ ശക്തമായിട്ട് പെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ചുരം എന്ന് പറയുന്നത് അട്ടപ്പാടി ചുരമാണ്. അപ്പോൾ നമ്മൾ അട്ടപ്പാടി ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാടുകാർക്ക് ഞങ്ങളുടെ മൂന്നാർ, കൊടൈക്കനാൽ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ അട്ടപ്പാടി ചുരം തന്നെയാണ് കേട്ടോ. കാരണം അതിനോടൊക്കില്ലെങ്കിൽ കൂടി രാവിലെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് രാവിലെ നേരത്തെ അട്ടപ്പാടി ചുരം കയറി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നൊരു വൈബ്, ആ ഒരു കാഴ്ചയുടെ മനോഹരമായ കാഴ്ചയുടെ ഭംഗി ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയുക, മൂന്നാറിനോടും കൊടൈക്കനാലിനോടൊക്കെ കിടപിടിക്കുന്നൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ന്യൂനമർദ്ദവും വേനൽമഴയും 2-3 ന്യൂനമർദ്ദമൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കാഴ്ച ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ അട്ടപ്പാടി ചുരം വീട്ടുകാരും ഉണ്ട്, നമ്മളൊന്ന് കയറി കാണാൻ പോവുകയാണ്. അപ്പോൾ അട്ടപ്പാടി ചുരം കഴിഞ്ഞ് നമ്മൾ നരസിമുക്ക് വരെ പോകണം എന്നുള്ളതാണ് നമ്മളുടെ പ്ലാനിങ്. അപ്പോൾ എങ്ങനെയുണ്ട് കാഴ്ചകൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കയറി 10 വളവ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോടയുണ്ട്. കാരണം മൊബൈലിൽ അത്ര നന്നായിട്ട് വൃത്തിയിൽ നമുക്ക് എന്താ പറയുക, ആ കോടയുടെ എഫക്റ്റ് അറിയുന്നില്ലെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കൊക്കെ. വീട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങാൻ കുറച്ച് നേരം വൈകി. പിന്നെ നമ്മൾ നരസിമുക്കിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ വൈകി. അങ്ങനെ നമ്മൾ 10 വളവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മന്ദംപൊട്ടിയൊക്കെ എത്താറായപ്പോഴാണ് നമ്മൾ കോടയുടെ എഫക്റ്റ് നന്നായിട്ട് അറിഞ്ഞത് കേട്ടോ. കാരണം ഏകദേശം നമ്മൾ കൊടൈക്കനാലിനും മൂന്നാറിനോടൊക്കെ കിടപിടിക്കുന്ന അത്ര തന്നെ കോട ഇവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടിയൊക്കെ നമ്മൾ അത്രയും അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൊബൈലിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര തോന്നുന്നില്ലെങ്കിൽ കൂടി നേരിട്ട് നമ്മൾ അത്ര അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പാർക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വളരെ പതുക്കെയാണ് നമ്മൾ വണ്ടി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ചുരത്തിൽ കൂടെ വല്ലാണ്ട് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിന്ന സ്പോട്ടിൽ നിന്ന് നമുക്കവിടെ നിൽക്കുമ്പോൾ സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ പക്ഷികളുടെ സൗണ്ടും ആ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ സൗണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ദംപൊട്ടി എത്തുന്നതിന് മുന്നേ ഈ ഭാഗത്താണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കോടയുണ്ട്. ഇപ്പോൾ കോട കുറച്ച് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു എന്താ പറയുക, നിന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഈ വഴി വന്നാൽ എല്ലാവർക്കും അറിയാം നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ്. കാരണം ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഏത് സമയവും നമുക്ക് അധികം താഴത്ത് 10 വളവിൽ കോട ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇവിടെ നന്നായിട്ട് കോട ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനൊരു പ്ലേസാണ് ഇവിടെ. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മുന്നിലുള്ള വണ്ടി നമുക്ക് കാണാൻ പറ്റാത്ത അത്ര കോട ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നരസിമുക്ക് വരെ എത്തണം എന്നുള്ളതാണ്. ചെറുതായിട്ട് വിശപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തു. നമ്മൾ പോകുന്ന പോക്കിലാണ് നമ്മുടെ മുന്നിലൊരു ആനവണ്ടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഈ കാടിനെ അറിഞ്ഞു പോകുന്ന ആനവണ്ടിയുടെ വീഡിയോസ് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ, കാരണം നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. കാരണം 2 സൈഡിലും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ പോകുന്ന ആനവണ്ടി. കുറച്ച് കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി വൈബായിരുന്നെങ്കിൽ തോന്നി. കാരണം ഞങ്ങൾ കുറേ നേരം അവിടെ നമ്മൾ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന പോക്കിൽ വല്ലാണ്ടൊന്നും കോട ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ആ ഒരു കാടിനിടയിലൂടെ പോകുന്ന ആനവണ്ടിയുടെ ഒരു ചിത്രം നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. അങ്ങനെ ആനവണ്ടിയെ പിന്തുടർന്ന് നമ്മൾ മുക്കാലി എത്തി. മുക്കാലിൽ നിന്നാണ് നമ്മൾ സൈലൻറ്റ് വാലിക്കൊക്കെ പോവുക. നമ്മൾ സൈലൻറ്റ് വാലിയുടെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അപ്പോൾ നമ്മളെന്തായാലും മുക്കാലിയൊന്നും നിൽക്കുന്നില്ല, നമ്മൾ നേരെ നരസിമുക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുക്കാലിൽ നമ്മൾ നേരെ മല്ലീശ്വരം കോവിൽ കഴിഞ്ഞ്, മല്ലീശ്വരം കോവിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ശിവരാത്രിയൊക്കെ ഉണ്ടാവാറ്. ശിവരാത്രിക്ക് ഇതേപോലൊന്നുമല്ല, നല്ല തിരക്കായിരിക്കും. അപ്പോൾ മല്ലീശ്വരം കോവിൽ കഴിഞ്ഞ് നമ്മൾ നേരെ നരസിമുക്ക് എത്തി. നേരത്തെ പേടിച്ച പോലെ ഇവിടെ എത്തുമ്പോഴത്തേന് വെയിലുണ്ടാവുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിലൊന്നും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മേലത്തെ വ്യൂ പോയിന്റ് പോയില്ല. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏരിയ കിട്ടിയപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. വീട്ടിൽ നിന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ കാറ്റൊക്കെ ആസ്വദിച്ച് നന്നായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയാകുമ്പോഴത്തേന് വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചു. അപ്പോൾ അട്ടപ്പാടിത്തെ എന്താ പറയുക, രാവിലത്തെ വൈബിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്.